അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഈ വസ്തുതകളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു കേസാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഈ അധ്യാപകന്റെ പശ്ചാത്തലം, അധ്യാപകന്റെ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഹിസ്റ്ററി, എന്തെങ്കിലും മുൻപ് ക്രിമിനൽ കേസുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പോലീസ് കേസുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അധ്യാപകരുടെ തന്നെയല്ല, ഏത് മേഖലയിലായാലും ജോലി എന്നുള്ളൊരു ഇത് കൊടുക്കുന്നതിന് മുൻപ് പോലീസ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രക്രിയകളിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഓരോ വ്യക്തിക്കും തന്റേതായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിൽ ഉള്ള മാറ്റങ്ങൾ കുറെയൊക്കെ ഫോർമേഷൻസ് സംഭവിക്കാം എന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ അത് സംഭവിക്കാതെ വരാം. അപ്പൊ ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പെഡോഫീലിയ പോലുള്ള കാര്യങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു സൈക്കോളജിക്കൽ അസസ്മെന്റ് പഠനം നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പൊതുവേ ഇന്ന് അധ്യാപകര് പഴയകാല ആ ഒരു കൾച്ചറിൽ നിന്ന് മാറി ആ അധ്യാപനത്തിന്റെ ഒരു എന്താ പറയാ പോസിറ്റീവ്നെസ്, വെർച്യു ഒക്കെ വിട്ടുപോകുന്നത് പലരിലും പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ കാലങ്ങളെ അപേക്ഷിച്ച്. അപ്പോ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പൊതുവെ കൊച്ചുകുട്ടികളെ നേരെ വഴിക്കുന്ന, പ്രത്യേകിച്ച് 6-7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അവരുടെ മനസ്സിനെ വളരെയധികം കുത്തിനോവിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ കുട്ടികളെ, ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഇരയായിട്ടുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻസ് ഒക്കെ ചെയ്യണം ഉടനടി. ഇല്ലെങ്കിൽ അതൊരു ട്രോമയായി വളർന്ന് കുട്ടികളെ വല്ലാത്ത രീതിയിൽ അബ്നോർമലായിട്ട് തന്നെ അത് അഫക്റ്റ് ചെയ്യാൻ ഇൻ ഫ്യൂച്ചർ അത് ചെയ്യാനുള്ള സാധ്യതയും വളരെയധികമാണ്. ഇത്തരത്തിലുള്ള അധ്യാപകര് ഉണ്ടാകാം നമ്മുടെ സമൂഹത്തിനിടയിൽ. അത് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിത ചരിത്ര പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയാൽ മതിയാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ 100% നമുക്കറിയണമെന്നില്ല. എങ്കിലും ഒരു 70-75% ഇദ്ദേഹത്തിന്റെ വൾണറബിലിറ്റീസ് നമുക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി വേണം, അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തി വേണം, ഇൻവെസ്റ്റിഗേഷൻ പ്രോബ് ചെയ്ത് വേണം നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ അധ്യാപകരെ നിയമിക്കാൻ. ഇത് വളരെയധികം മൂല്യശോഷണമാണ് അധ്യാപക സമൂഹത്തിന്റെ ഇടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത്. ഈ സ്കൂളുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ തന്നെ അതൊക്കെ ലഭ്യമാണ്. പക്ഷേ ഒരു ഇടവേളകളിലൊക്കെ തന്നെ അത് എത്രത്തോളം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഈ ഒരു കേസ് അടക്കം നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നത്. സ്കൂളുകളിലൊക്കെ തന്നെയും ഈ കൗൺസിലറിന്റെ സേവനം അത് ശരിക്കും എല്ലാ ദിവസവും വേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് തീർച്ചയായും. മാത്രമല്ല, ചില സ്ഥലങ്ങളിലെ ഈ കൗൺസിലർക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത്, അതായത് ചില സ്കൂളുകളിൽ, അത് പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഗവൺമെന്റ് സ്കൂളുകളിലായാലും വേണ്ടത്ര യോഗ്യതയുള്ളവരാണോ അവിടെ കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് എന്നുള്ളതും, കൗൺസിലർക്ക് വേണ്ടത്ര എന്താ പറയാ കോൺഫിഡൻഷ്യലായിട്ട് ഈ മാറ്റേഴ്സിനെ കീപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വലിയ കാര്യമാണ്. ചിലയിടത്തൊക്കെ ചില സ്കൂളുകളിൽ എനിക്കറിയാൻ കഴിഞ്ഞത്, ചില കൗൺസിലേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ആ കൗൺസിലിംഗ് നടത്തിയിട്ട് ഉള്ള അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിലെ കണ്ടന്റ് പ്രിൻസിപ്പാളിനെ അറിയിക്കണം, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളിനെ അറിയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ചില പ്രിൻസിപ്പാൾമാരും മാനേജ്മെന്റും അങ്ങനെ സംസാരിച്ചതായിട്ട് അറിവുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ആ പ്രവണത
അത് വളരെയധികം തെറ്റാണ്. അതായത് കൗൺസിലർ എന്ന് പറയുന്നത് അത് ഒരു ഓട്ടോണമസ് പേഴ്സൺ ആയിട്ട്, അതല്ലെങ്കിൽ ഒരു ഇതായിട്ട് നിൽക്കേണ്ട ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെഗ്മെന്റ് ഷുഡ് ബി ആൻ ഓട്ടോണമസ് ബോഡി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്കൂൾ എന്നുള്ള രീതിയിൽ അതിൽ ഒരാൾക്കും കൈ കടത്താനായിട്ട് പാടില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗൺസിലിംഗ് വളരെയധികം ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ആരാണ് ഈ കൗൺസിലിംഗ് നടത്തുന്നത്, അത് അദ്ദേഹത്തിന്റെ യോഗ്യതയുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മുടെ പേരൻസിനെ ആണ് കൗൺസിലറും പേരൻസ് ആയിട്ടാണ് ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ടത്. അല്ലാതെ പ്രിൻസിപ്പാളോ മറ്റ് ആരുമായിട്ടും പാടില്ല എന്നുള്ളതാണ് അതിന്റെ വെർച്യു എന്ന് പറയുന്നത്, അതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ചാൽ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് അവിടെ എന്ന് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഒരു ദിവസം എത്ര കുട്ടികൾ കൗൺസിലിങ്ങിന് വരുന്നു, പിന്നെ കൗൺസിലിങ്ങിന് വരുന്നവരെല്ലാവരും കുഴപ്പമുള്ളവർ എന്നുള്ള ആ കാഴ്ചപ്പാടും പാടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർ, പ്രശ്നങ്ങളില്ലാത്തവർക്കും എന്താ പറയാ, ഒന്ന് ഇംപ്രൂവ്മെന്റിന് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലും വരാം എന്നുള്ള രീതിയിലുള്ളതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ വരുന്നു, ഏതൊക്കെ വരുന്നു എന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണം, ആ യോഗ്യത എടുക്കണം, ആരാണ് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി എടുക്കണം. അതൊക്കെ എടുത്ത് സമഗ്രമായി പരിശോധിച്ചാൽ മാത്രമാണ് എഫക്റ്റീവായിട്ടുള്ള കൗൺസിലിംഗ് ഓരോ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. കൗൺസിലിംഗ് വളരെ നല്ല കാര്യമാണ്, തർക്കമില്ല. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ഷുഡ് ബി ഡൺ ബിഫോർ അപ്പോയിന്റ്മെന്റ്. ദാറ്റ് ഓൾസോ ഷുഡ് ബി ദർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസസ് കുറെയൊക്കെ ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കുറെയൊക്കെ കേസസ് റിപ്പോർട്ടഡ് ആകാതെയും പോകുന്നുണ്ട്. അപ്പൊ ഒരു 100 സംഭവിക്കുമ്പോൾ ഒരു 2 3 റിപ്പോർട്ടഡ് ആകുന്നുള്ളൂ. അപ്പൊ സമൂഹത്തെ പൊതുവിൽ നല്ലൊരു രീതിയിൽ നമ്മൾ നോക്കി കാണുമ്പോൾ അതൊക്കെ ഈ നെഗറ്റീവ്നെസ് ഒക്കെ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ സമഗ്ര മേഖലയിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെയുള്ള സന്നദ്ധ സംഘടനകളുടെയും വളരെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ഈ ഭാഗത്ത് വേണം എന്നാണ് പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.